ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷ മഹോത്സവത്തിൻ്റെ 3-ാം ദിവസം. ഈ വർഷത്തെ നമ്മുടെ തീം എന്താണ്? ദൈവഭയം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14-ാമത്തെ തിരുവചനം വായിക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഭയപ്പെടുന്നവർക്കുള്ള ലാഭങ്ങളെ കുറിച്ചാണ് ഇന്നലെ ആദ്യത്തെ സെഷനിൽ നമ്മൾ കണ്ടത്. 128-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറഞ്ഞു, കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. 128-ാമത്തെ സങ്കീർത്തനം ഒന്നുകൂടെ ഒന്ന് എടുത്ത് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 128-ാം സങ്കീർത്തനം. ഇന്ന് ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കേ. ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവര് ഓക്കെ. മൊബൈലിൽ ബൈബിൾ ഉള്ളവരൊന്ന് കൈവക്കേ. വെരി ഗുഡ്. അത് തുറന്നോ, കുഴപ്പമില്ല. ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാൽ മതി. പിന്നെ പുസ്തകവും പേനയൊക്കെ ഉള്ളവരൊന്ന് കൈവക്കി എഴുതിയെടുക്കാനായിട്ട്. വെരി ഗുഡ്. ഒത്തിരി പേരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ 128-ാമത്തെ സങ്കീർത്തനം വായിക്കാണ്. 128 തുടങ്ങിക്കോ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. അപ്പൊ സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കർത്താവിനെ ഭയപ്പെടണം. കർത്താവിന്റെ വഴികളിലൂടെ നടക്കണം. കർത്താവിനെ ഭയപ്പെടുന്നവനാണ് സന്തോഷമുണ്ടാകുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ. സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് സന്തോഷമുണ്ടാകുന്നത്. സ്വന്തം സുഖം അന്വേഷിക്കാതെ കർത്താവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവനാണ് സന്തോഷമുണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ ഭാഗ്യവാനായിട്ട് തീരും. പിന്നെ എന്താണ്? നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ബിസിനസ്, നിന്റെ കൃഷി, നീ ചെയ്യുന്ന ജോലി, നിന്റെ അധ്വാനം കൊണ്ട് നിനക്കൊരു സംതൃപ്തി ഉണ്ടാകും. അത് ഗുണമുണ്ടാകും. ഹല്ലേലൂയ. നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്യന്തികമായ നന്മ? ഏറ്റവും വലിയ നന്മ എന്താണ്? മക്കളെ പറഞ്ഞേ, ഏറ്റവും വലിയ നന്മ എന്താണ്? ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവര്, നമ്മൾ ഈശോയെ പോലെ ആവുക എന്നുള്ളതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിലും വലിയ ഒരു നന്മയില്ല. ഒരാൾക്ക് ആയിത്തീരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? എന്താണ്? ഒരാൾ ഈശോയെ പോലെ ആയി തീർന്നു എന്ന് പറയുന്നതാണ്. പച്ചൻ പറയാണ്, ഈ സിസ്റ്റർ ഈശോയെ പോലെ ഒരു സിസ്റ്റർ ആണെന്ന് പറയാന്ന് വിചാരിക്കേ. പറയുന്നില്ല, വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? അച്ഛൻ ഒരു ഇത്തിരിയും കൂടി കൂട്ടി പറയുമെന്ന് പറയാൻ പറ്റുമോ? അതിൽ കൂടുതൽ കൂട്ടി പറയാനില്ല. ഒരാൾക്ക് ആയിത്തീരാൻ കഴിയുന്ന പരമോന്നതമായ ഒരു പൊസിഷനാണ് എന്താണ്? ഈശോയെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം എന്താണ്? റോമർ 8:28 എടുത്തേ. നിനക്ക് നന്മ വരും. നീ ദൈവഭയമുള്ളവനായി ജീവിച്ചാൽ നിനക്ക് നന്മ വരും. അപ്പോ അവിടെ നിന്ന് നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയതാണ്, എന്താണ് നന്മ? അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഞങ്ങള് ദൈവഭയത്തിലൊക്കെ ജീവിച്ചറാ. അല്ലെങ്കിൽ ഒരു അൽഫോൻസ പുണ്യവതിയുടെ കാര്യം എടുക്കുക. അൽഫോൻസ പുണ്യവതി ദൈവഭയത്തിൽ ജീവിച്ചവരാ, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ഇതാണോ നന്മ? അല്ലെങ്കിൽ റാണി മരിയ സിസ്റ്റർ എങ്ങനെയാ മരിച്ചത്? സമൂന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു വാടക കൊലയാളി ബസ്സിൽ വെച്ച് 54 പ്രാവശ്യം
അവരുടെ ശരീരത്തിൽ കുത്തി 54 പ്രാവശ്യം കുത്തി കൊന്നു. അതാണോ നന്മ? നമ്മൾ വചനത്തിൽ വായിച്ചു, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് എന്ത് വരുമെന്ന്? നന്മ ഉണ്ടാവുമെന്ന്. 54 കുത്ത് കിട്ടിയിട്ടാണോ നന്മ? അപ്പോൾ നന്മ അത് നന്മയായി മാറുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ രോഗം, കൊച്ചുത്രേസ്യ പുണ്യവാളത്തിൽ രക്തം ഛർദിച്ച് മരിച്ചു. കൊച്ചുത്രേസ്യ പുണ്യാളത്തിക്ക് കിട്ടിയ നന്മയാണ് രക്തം ഛർദിച്ച് മരിക്കാന്നുള്ളൊരു നന്മ. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എ കൈൻഡ് ഓഫ് യുട്രൈൻ ക്യാൻസർ വന്നാ മരിച്ചത്. പാവം, ക്യാൻസർ വന്ന് മരിക്കുന്നതാണോ നന്മ? അപ്പൊ ദൈവഭയത്തിൽ ജീവിക്കുന്നവർക്ക് നന്മയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭൗതികമായി നോക്കിയപ്പോ അത് നന്മയല്ല. ഇനി ഈശോയുടെ കാര്യം തന്നെ എടുക്ക്. ഈശോ ദൈവഭയത്തിൽ ജീവിച്ച ആളാണ്. ഈശോ എങ്ങനെയാ മരിച്ചത്? അപ്പൊ കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് മരിക്കുന്നതാണോ നന്മ? പ്രിയപ്പെട്ടവരെ, നന്മ, അതുകൊണ്ട് നന്മയെ അളക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ മാനദണ്ഡമല്ല. നന്മയാണോ തിന്മയാണോ എന്ന് പരിശോധിക്കുന്നത് സ്വർഗത്തിന്റെ മാനദണ്ഡം ഉപയോഗിച്ചാണ്. റോമ 8:28 നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയാക്കി മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നന്മയാണല്ലേ പ്രിയപ്പെട്ടവരെ? അതെല്ലാം നന്മയായി മാറിയത് എങ്ങനെയാണ്? സഹനങ്ങളിലൂടെ കടന്നുപോയി അവരെല്ലാവരും ഈശോയെ പോലെയായി തീർന്നു എന്നതാണ് സഹനങ്ങളില്, ദുരിതങ്ങളില്, വേദനകളില്, സങ്കടങ്ങളിലുള്ള നന്മ എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് റോമ 8:28 ശേഷം റോമ 8:29 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അയച്ചേ, റോമ 8:29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. നമ്മളെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. നമ്മളെ വെറുതെ ദൈവം കയറൂരി വിട്ടിരിക്കുകയല്ല. നമ്മെ കുറിച്ച് ദൈവത്തിന്റെ നിശ്ചയം നിറവേറുന്നതിനെയാണ് നന്മ എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് നന്മ? നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നതിനെയാണ് നന്മ എന്ന് പറയുന്നത്. എല്ലാവരും ഓസ്ട്രേലിയയിൽ പോകുന്നതല്ല നന്മ. എല്ലാവരും ജർമ്മനിയിൽ പോകുന്നതല്ല നന്മ. വിദേശത്ത് പോകാൻ വിസ വന്നു, അതല്ല നന്മ. നിന്നെ കുറിച്ചുള്ള ദൈവഹിതം ഏതാണോ അത്. നീ നാട്ടിൽ നിൽക്കണമെന്നാണ് ദൈവഹിതമെങ്കിൽ നീ നാട്ടിൽ നിൽക്കുന്നതാണ് നന്മ. നീ കൃഷി ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ നീ കൃഷി ചെയ്യുന്നതാണ് നന്മ. നീ ബിസിനസ് നടത്തണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ നീ ബിസിനസ് നടത്തണമെന്ന്, അതാണ് നന്മ. അച്ഛൻ ചൊല്ലി പറയാം. അപ്പൊ കൺക്ലൂഷൻ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിനെയാണ് നന്മ എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നിനക്ക് നന്മ വരും. എന്നിട്ട് നമ്മൾ പിന്നെ വായിച്ചു, നിന്റെ ഭാര്യ ഭവനത്തിൽ മുന്തിരി പോലെയായിരിക്കും. നിനക്ക് സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളി സന്തോഷം തരുന്ന സാന്നിധ്യമായിരിക്കും. നിന്റെ മക്കൾ നിനക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഇന്ന് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ,
അച്ഛൻ പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ ശരിയാണ്. മക്കൾ ഒലിവ് തൈകൾ പോലെയൊന്നുമല്ല, വേറെന്തൊക്കെ പോലെയാ. തോന്നും ഇറങ്ങിപ്പോകുന്നു, തോന്നുമ്പോ കേറി വരുന്നു. എപ്പോ ഇറങ്ങിപ്പോയിന്നോ എപ്പോ കേറി വന്നെന്നോ ഒരു പിടിയില്ല. ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല. മദ്യപാനമാണ്, കള്ളുകൂടിയാണ്, കഞ്ചാവ് അടിക്കുന്ന സ്വഭാവമാണ്. മടുത്തച്ച. ഇവന്റെ അപ്പനാണ് എന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ വരെയായി. ഇവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരപ്പനും അമ്മയും പറയുന്ന സ്ഥിതിയായി. പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ളൊരു കുടുംബത്തിലേക്ക് കർത്താവ് ഒരു അനുഗ്രഹം പ്രോമിസ് ചെയ്യാണ്. അവന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും, മക്കൾ നിന്നോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അപ്പോ നമ്മൾ ഇന്നലെ അതൊക്കെ പറഞ്ഞതാണ്. ഇനി ഒരു അച്ഛൻ ഒന്ന് റിവൈസ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയതാണ് ദൈവഭക്തിയുള്ളവന്റെ അല്ലെങ്കിൽ ദൈവഭയമുള്ളവന്റെ 12 ക്യാരക്ടറിസ്റ്റിക്സ്, 12 ഗുണഗണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ ഇന്നലെ ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. എന്താണത്? എഴുതി വെച്ചവര് പറഞ്ഞേ. വെരി ഗുഡ്. ദൈവഭയമുള്ളവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവനാണ്. അവൻ എല്ലാ കാര്യങ്ങളിലും ആർക്ക് ക്രെഡിറ്റ് കൊടുക്കും? കർത്താവിന് ക്രെഡിറ്റ് കൊടുക്കും. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനൻ പറയാണ്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. 115-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനമാണ്. വായിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മള് ചില നേരത്തൊക്കെ പറയാറില്ലേ, ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് നടന്നു, അല്ലേ? ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അറിയായിരുന്നു. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. എൻ്റെ പെങ്ങന്മാരുടെ കല്യാണമൊക്കെ ഞാനാണ് നടത്തി കൊടുത്തത്. എൻ്റെ അപ്പനെ അവസാന കാലത്ത് നോക്കിയത് ഞാനാണ്, അല്ലെങ്കിൽ അമ്മയെ നോക്കിയത് ഞാനാണ്. നമുക്ക് പലതും, നമുക്ക് കണക്കുകളുണ്ട്. എന്തിന്റെ കണക്കുകളാണ്? നമ്മൾ ചെയ്തതിന്റെ കണക്കുകൾ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രശസ്തനായ ഒരു എക്കണോമിസ്റ്റ്, ഒരു തത്വചിന്തകനും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമൊക്കെ ആയിട്ടുള്ളൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും നല്ല കണക്ക് എന്ന് പറയുന്നത്, ദ ബെസ്റ്റ് മാത്തമാറ്റിക്സ്, ദ ബെസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. ദ ബെസ്റ്റ് മാത്തമാറ്റിക്സ് ഈസ് ദ മാത്തമാറ്റിക്സ് ഓഫ് കൗണ്ടിങ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഏറ്റവും നല്ല കണക്ക് എന്ന് പറയുന്നത് കർത്താവ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണാൻ കഴിയുന്ന കണക്കാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തൊരു കണക്ക് അവിടെയുണ്ട്. എന്താണ്? ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച്. കർത്താവ് നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഒന്നും മറക്കാതെ അതെല്ലാം ഓർത്തെടുത്ത് സങ്കീർത്തനം 103 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും
മറക്കരുത്. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. മറക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ളൊരു വഴിയുണ്ട്. നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്? കൂടുതൽ കൂടുതൽ അനുഗ്രഹം വേണം. അതിനൊരു വഴിയുണ്ട്, എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാവോ? ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നീ എത്രമാത്രം നന്ദി പറയുന്നുവോ അത്രമാത്രം ആ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് വീണ്ടും 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 സ്വർഗം വർഷിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു ചെറിയ ഗാർഹികമായ ഉദാഹരണം പറയാം. നിങ്ങള് വീട്ടില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിലേക്ക് ബീഫ് കറി ഇട്ടു അമ്മ, അല്ലെങ്കിൽ വിളമ്പുന്ന ആള്. അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ പറയാണ്, ഇത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. വിചാരിക്കേ, ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിളമ്പുന്ന ആൾ എന്ത് ചെയ്യും? അന്ന് കുറച്ചുകൂടി ഇടട്ടെ എന്ന് ചോദിക്കും. ഇല്ലേ? ഇല്ലേ? ചോദിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു അപ്രീസിയേഷൻ ആണ്. എനിക്ക് ഈ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയാണ് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം. പ്രിയപ്പെട്ടവർ, അത് തന്നെ ഒന്ന് കുറച്ച് കർത്താവിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേ. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ചത് ഓരോന്നിനെ കുറിച്ചും കണ്ണിന്റെ കാഴ്ച, നമ്മൾ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? ഇത് കാഴ്ച മങ്ങി തുടങ്ങുമ്പോഴാണ്. കാതിന്റെ കേൾവിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് അത് കേൾവി കുറഞ്ഞു തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ കാണുന്ന കാഴ്ചയെ കുറിച്ച് നന്ദി പറയുക, കേൾക്കുന്ന കേൾവിയെ കുറിച്ച്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, ലൈറ്റ് ഉണ്ടല്ലോ എന്ന് ഓർത്ത് നന്ദി പറയുക. ടാപ്പ് തുറന്നു, വെള്ളം വരുന്നു, നന്ദി പറയുക. എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, നന്ദി പറയുക. കുളിക്കാൻ വെള്ളം കിട്ടി, നന്ദി പറയാം. അപ്പൊ ശ്വസിക്കുന്ന ശ്വാസം, കുടിക്കുന്ന ജലം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, സഞ്ചരിക്കുന്ന വാഹനം, കടന്നു പോകുന്ന വഴികൾ, ഈ നല്ല വഴിയിലൂടെ കടന്നു പോകുമ്പോ ഒന്ന് കർത്താവേ, ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ നല്ല വഴികൾ തന്നതിനെ ഓർത്ത് നന്ദി എന്ന് പറയണം. നീ ഒരു വാഹനത്തിലിരുന്ന് സഞ്ചരിക്കുമ്പോ, അതൊരു ട്രാൻസ്പോർട്ട് ബസ്സാവാം, നീ സഞ്ചരിക്കുന്ന ആ വാഹനത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയണം. അങ്ങനെ നന്ദി പറയുമ്പോ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ചെയ്തു തരുമെന്ന് ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, എല്ലാ കാര്യങ്ങളിലും കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിറുപിറുക്കാനാണ് എളുപ്പം. ചൂടുകൂടി പിറുപിറുത്തു, മഴ പെയ്തു പിറുപിറുത്തു, തണുപ്പ് കൂടി പിറുപിറുത്തു. കർത്താവ് എന്ത് ചെയ്യും? മഴ പെയ്താലും പെറുപെറുപ്പ്, ചൂടുണ്ടായാലും പെറുപെറുപ്പ്, തണുപ്പുണ്ടായാലും എന്തൊരു തണുപ്പാണ്. മഴ പെയ്ത എന്തൊരു മഴയാണ്, ചൂട് വന്ന എന്തൊരു ചൂട്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് കുറ്റം പറയാൻ അറിയാലോ, എല്ലാ കാര്യങ്ങളിലും. അതൊന്നും മറിച്ചിട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് ദൈവഭയമുള്ളവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പഠിക്കുന്നത് 34-ാം സങ്കീർത്തനമാണ്. അതിന്റെ 1-ാമത്തെ തിരുവചനം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരത്തിലുണ്ടായിരിക്കും. 34-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനം വായിക്കാം. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ,
നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവിനെ മഹത്വപ്പെടുത്തും. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന കുടുംബ പ്രാർത്ഥന അത് ദൈവത്തിനുള്ള സ്തുതി കീർത്തനമാണ്. അത് വെറുതെ ഒരു ചടങ്ങോ ഭാരമോ അല്ല, അതൊരു ഭാഗ്യമാണ്. കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ആ കുടുംബ പ്രാർത്ഥന ചൊല്ലി ഒരു പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പാട്ടുപാടാൻ പഠിച്ചത് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വീട്ടില് മുതിർന്നവര് പാടുന്ന പാട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ഒക്കെ ധ്യാനത്തിനൊക്കെ പോയി വന്നിട്ട് മഞ്ഞമ്പല് ധ്യാനത്തിന് വരുമായിരുന്നു. അപ്പച്ചൻ്റെ അവസാന നാൾ വരെ കൂടെ വരുമായിരുന്നു. മഞ്ഞമ്പലത്തെ CRCയിലെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടി വന്നു കഴിയുമ്പോൾ അപ്പച്ചൻ പറയും, അമ്മച്ചി ചോദിക്കും, ധ്യാനം അങ്ങനെ ഉണ്ടായിരുന്നു? ഓ, എൻ്റെ എൽസിയെ എന്തൊരു നല്ല ഭക്ഷണം, സിംഗിൾ റൂം, നല്ല ധ്യാനകേന്ദ്രം. ഇവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പച്ചന് ഭക്ഷണത്തെ കുറിച്ചാ പറയാനുള്ളൂ. അപ്പൊ പിന്നത്തെ വർഷം തുടങ്ങി അമ്മിച്ച് പറഞ്ഞു, മഞ്ഞമ്മ പോണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഒരു കൃപയാണ് കേട്ടോ. നിങ്ങൾ ലോകത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിലും CRCയിൽ കിട്ടുന്ന അത്രയും നല്ല ഭക്ഷണം കിട്ടില്ല. ഒന്ന് കൈയടിച്ച്. അത് വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവനാണ് ദൈവത്തെ ഭയക്കുന്നവൻ. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പൊ അത്രയും മതി. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. കർത്താവിനെ ഭയപ്പെടുന്നവരെന്ന് പറയുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നവരാണ്. എഴുതി വെച്ചോ. ഒന്ന്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാണ്. ആ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെന്ന് പറയുന്ന തീം വെച്ച് തന്നെ നമുക്ക് ഒരു 5 ദിവസത്തെ കൺവെൻഷൻ പോകാനുള്ള തീമുണ്ട്. നമുക്കിപ്പോൾ അത്രയും മതി. 2, കർത്താവിനെ ഭയപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർ എന്നാണ് അർത്ഥം. 34-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, വായിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ, ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അപ്പോൾ നീ ആരെയാണ് തേടുന്നത് എന്നാണ് ചോദ്യം. ഈശോ പറഞ്ഞു, നീ എന്താണ് തേടേണ്ടത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമായ വചനഭാഗമാണ്. 6:33 വായിക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിന്റെ രാജ്യം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി വിവരിക്കുന്നുണ്ട്. എന്താണ് ദൈവരാജ്യം? ആരുത്തരം പറയും? 500 രൂപ. 500 അല്ല, അച്ഛൻ 50,000 സ്പോൺസർ പറഞ്ഞിരിക്കാം. ഒരു കുഴപ്പമില്ല, കാരണം നിങ്ങൾ പറയില്ലെന്ന് അച്ഛന് 100% ഉറപ്പാണ്. കാരണം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലുള്ളതല്ലേ, നമ്മളുടെ ഒന്നും പുസ്തകത്തിലുള്ളതല്ലല്ലോ.
പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വാക്കുകളും ഈശോയുടെ പ്രവൃത്തിയുമാണ് ദൈവരാജ്യമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആധികാരികമായി പഠിപ്പിക്കുകയാണ്. എന്താണ് ദൈവരാജ്യം? ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ വാക്കുകൾ, ഈശോയുടെ പ്രവർത്തികൾ, അല്ലെങ്കിൽ ജീസസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈശോയാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് ഈശോ മലമുകളിൽ വന്ന് നിന്നിട്ട്, അല്ലെങ്കിൽ ഗലീലയിൽ അവിടെ വന്ന് നിന്നിട്ട്, ഈശോ വന്ന് നിന്നിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ആൾക്കാർ നോക്കി, എവിടെ? ഇവിടെ എവിടെ? എന്റെ സാന്നിധ്യത്തിൽ, എന്റെ വാക്കുകളിൽ, എന്റെ പ്രവർത്തികളിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഐ ആം ദ കിങ്ഡം ഓഫ് ഗോഡ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അപ്പോൾ നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുവിനെന്ന് ഈശോ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യു സീക്ക് ഫസ്റ്റ് മീ. നിങ്ങൾ എന്നെ അന്വേഷിക്കുവിനെന്നാണ് അതിന്റെ അർത്ഥം. ഈശോയുടെ വാക്കുകൾ, ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ പ്രവർത്തികൾ അന്വേഷിക്കുവിൻ, ഈശോയെ അന്വേഷിക്കുവിൻ. 2, ഈശോ പറഞ്ഞു നീതി അന്വേഷിക്കുവിൻ, റൈച്ചിയസ്നെസ്. എന്താണ് റൈച്ചിയസ്നെസ്? റൈച്ചിയസ്നെസ് എന്ന വാക്ക് വരുന്നത് ഒരു ആംഗ്ലോ പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം റൈറ്റ് വൈസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോ ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധമാണ് റൈച്ചിയസ്നെസ്. റൈച്ചിയസ്നെസ് ഈസ് റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അല്ലെങ്കിൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. നീ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുക. നീ ഈശോയെ അന്വേഷിക്കുക, ഈശോയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ കരമാണോ, ദൈവത്തിന്റെ മുഖമാണോ? ചോദ്യം കേട്ടോ? നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ കരമാണോ, ദൈവത്തിന്റെ മുഖമാണോ? നമ്മളൊക്കെ അന്വേഷിക്കുന്നതേ ദൈവത്തിന്റെ കരമാണ്, എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, കല്യാണം നടത്തി തരണേ, സന്താന സൗഭാഗ്യം തരണേ, പരീക്ഷയിൽ മാർക്ക് തരണേ, അല്ലേ, ജോലി തരണേ, പിന്നെന്താണ്, വീട് തരണേ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മോചിപ്പിക്കണമേ. നമ്മൾ എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. ഇനി കുറെ നാൾ ഈ അനുഗ്രഹം അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു അപ്പനും മകനും, 10-28 വയസ്സുള്ള മകനും കൂടെ മുറിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അപ്പം പറഞ്ഞു, ഇവൻ കുറെ നാൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതാണച്ചോ, ആ വിലയിൽ വന്നിട്ട്. എന്നിട്ട് ഇപ്പൊ അവന് പ്രാർത്ഥിക്കാനൊന്നും മനസ്സില്ല, ഞാൻ അവനെ നിർബന്ധിച്ചു കൊണ്ടെന്നാ. എന്താ കാര്യം? അപ്പൊ അവൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലച്ചോ, ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി, ആദ്യം കാനഡയിൽ പോകാൻ വേണ്ടി 2 ലക്ഷം രൂപ കൊടുത്തു. ആ കാശും കൊണ്ട് ഏജന്റ് പോയി. പിന്നെ ആരോ പറഞ്ഞു ഇസ്രായേലിൽ പോകാൻ വേണ്ടിയിട്ട് ചെറിയ പൈസക്ക് ഇസ്രായേലിലേക്ക് കടത്തിത്തരാം എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ, സാധാരണ 15 ലക്ഷം ഒക്കെയാണ്, 5 ലക്ഷം രൂപയുടെ ഓഫർ കിട്ടിയപ്പോ അവിടെ കൊണ്ടുപോയി 3 ലക്ഷം രൂപ കൊടുത്തു. അത് പോയി. അങ്ങനെ. പക്ഷെ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ നിനക്ക് നല്ല ഭാവി ഉണ്ടെന്നും വിദേശത്ത് പോകുന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാനും പ്രാർത്ഥിക്കാനും കാശ് കളയാനും ഒക്കെ ഇങ്ങനെ വേറൊരു പണിക്കും പോകാതെ വിദേശത്ത് പോകാൻ വിസ വരും, വിദേശത്ത് പോകാൻ. ഇപ്പൊ അവസാനം ജർമ്മനി പോകാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ അതും കിട്ടൂല. അപ്പോ അവൻ പറയുകയാണ്, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തായിരുന്നു?
പ്രാർത്ഥനയുടെ ലക്ഷ്യം മുഴുവൻ അനുഗ്രഹമായിരുന്നു. നീ അന്വേഷിച്ചത് മുഖമല്ല, കരമാണ്. കരമാണ് അന്വേഷിച്ചത്. അങ്ങനെയാണ് നമ്മൾ പറയാറില്ല, എടാ ഒന്ന് പ്രാർത്ഥിക്ക്, നിന്റെ കാര്യമൊക്കെ ഒന്ന് നടക്കട്ടെ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കാര്യം എടാ നീ എല്ലാ ദിവസവും ഒരു 35 ദിവസം പള്ളിയിൽ പോ, നിന്റെ കല്യാണം നടക്കട്ടെ. അപ്പൊ 35 ദിവസം പള്ളിയിൽ പോയത് എന്തിനാണ്? കർത്താവ് എന്താണ്, ബ്രോക്കറാ? കല്യാണം നടക്കട്ടെ. നീ ഒരു ധ്യാനത്തിന് പോ, നിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറട്ടെ, പറയാറില്ലേ? അപ്പൊ നമ്മൾ ധ്യാനത്തിന് പോയത്, പള്ളിയിൽ പോയത്, പ്രാർത്ഥിക്കാൻ പോയതൊക്കെ എന്തിനു വേണ്ടിയാണ്? കരമന്വേഷിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, 27-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുവചനം വായിക്കാം. 27-ാം സങ്കീർത്തനം വളരെ ഗൗരവമുള്ളൊരു വിഷയം വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മൾ ദൈവത്തിന്റെ മുഖമാണോ കരമാണോ അന്വേഷിക്കുന്നത് എന്ന പരമപ്രധാനമായൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിച്ചേ. എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് എന്റെ മുഖം തേടുവിനെന്ന്, എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന്, മുഖം ഞാൻ തേടുന്നുവെന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മുഖം തേടുവിനെന്ന് പറഞ്ഞാൽ സീക്ക് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുവിൻ എന്നാണ് അതിന്റെ അർത്ഥം. കരമന്വേഷിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട്. എന്താണത്? അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോ അച്ഛനൊരു ചേട്ടനോട് ചോദിച്ചു, എന്താ ചേട്ടാ ഇപ്പൊ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ? അയ്യോ അച്ഛൻ, ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ 2 പ്രാവശ്യം അച്ഛനോട് പറയാൻ വേണ്ടി വന്നിരുന്നതാണ്, പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. അല്ല, അച്ഛൻ ചോദിച്ചു, അതല്ല അച്ഛൻ ചോദിച്ചത്, എന്താ ഇപ്പൊ പള്ളി കാണാത്തതെന്ന്. അതാണ് അച്ഛൻ പറയുന്നത്, ഞാൻ കച്ചവടം നടക്കാൻ, വസ്തുയിടപാട് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. അത് നടന്നച്ച, ഞാൻ പറയാൻ മറന്നു വെച്ച, ക്ഷമിക്കണം. കരമന്വേഷിച്ചവന് കരം കിട്ടി, പിന്നെ പോണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് കരമന്വേഷിക്കുന്നവർക്കുള്ള കുഴപ്പം. പക്ഷേ മുഖമന്വേഷിക്കുന്നവരോ, എന്ത് കിട്ടിയാലും കൊള്ള, എന്ത് കിട്ടിയില്ലെങ്കിലും കൊള്ള, ഞാൻ ജീവിതാവസാനം വരെ ഈശോയോടൊട്ടിച്ചേർന്ന് ജീവിക്കുമെന്ന് പറയുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ ബന്ധമെന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ഈശോയുമായിട്ട് നിനക്കുള്ള ഡീല് കരത്തിന്റെ ഡീലാണോ, മുഖത്തിന്റെ ഡീലാണോ? ഈശോയുടെ തിരുമുഖ ഭക്തി തിരുസഭയിൽ ആരംഭിച്ചത് ഒരു കർമ്മലീത്ത പാരമ്പര്യമാണ്. നിങ്ങൾ ഒരു കാര്യം, അച്ഛൻ തിരുമുഖ ഭക്തിയെ കുറിച്ച് മാത്രം കൺവെൻഷൻ നടത്താറുണ്ട്. അതിനെക്കുറിച്ചുള്ള, തിരുമുഖത്തെക്കുറിച്ചും തിരുനാമത്തെക്കുറിച്ചുള്ള അച്ഛൻ ഈ വർഷം പറയാത്തത് ഒരു 200ഓളം എപ്പിസോഡുകൾ ശാലോൺ ടിവിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3-4 എപ്പിസോഡുകൾ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 7:30 നിങ്ങൾക്ക് തിരുനാമ ഭക്തിയെക്കുറിച്ചുള്ള ക്ലാസ്സും ആരാധനയും ശാലോൺ ടിവിയിലുണ്ട്. നിങ്ങളത് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക. പതുക്കെ പതുക്കെ തിരുമുഖ ഭക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അതിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ തീം ദൈവഭയമാണ്. അപ്പോൾ അതുകൊണ്ട് തിരുമുഖത്തിലേക്ക് പോകുന്നില്ല അച്ഛൻ. നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നവരായി തീരുക, കർത്താവിന്റെ മുഖം അന്വേഷിക്കുക, കർത്താവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തന്റെ 20-ാമത്തെ വയസ്സിൽ രാത്രി 12 മണിക്ക് വീട് വിട്ട് ഒളിച്ചോടിയത്. അവൾ ഒളിച്ചോടി. ഒരു പെൺകുട്ടി വീട് വിട്ട് ഒളിച്ചോടുകയാണ്. ഒളിച്ചോടി ചെന്നെത്തുന്നത് ഒരു മിണ്ടാമടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൾ ഒളിച്ചോടിയത്. കർത്താവുമായി എനിക്ക് ലയിച്ചു ചേർന്ന് ജീവിക്കണം, മുഖമന്വേഷിച്ച് ഒളിച്ചോടുകയാണ്.
വീട്ടിൽ സമ്പത്തുണ്ട്, അവൾക്ക് സൗന്ദര്യമുണ്ട്, ആളുകൾ പലരും, പല പ്രഭുക്കന്മാരും പല പ്രിയപ്പെട്ടവരും കല്യാണാലോചനയുമായിട്ട് വരുന്നുണ്ട്. പാപത്തിന്റെ സകല സാഹചര്യങ്ങളുമുണ്ട്. അമ്മ ത്രേസ്യ പറയുന്നത് പോലെ മാരകപാപം ചെയ്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചോടി എന്ന്. നമ്മളിൽ ചിലരൊക്കെ ഒളിച്ചു ഓടുന്നത് മാരകപാപം ചെയ്യാൻ വേണ്ടിയാണ്. അമ്മ ത്രേസ്യ ഒളിച്ചോടിയതേ മാരകപാപം ചെയ്യാനുള്ള സാഹചര്യത്തെ അതിജീവിക്കുന്നതിന്, ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. മുഖമന്വേഷിച്ചാണ്. ഈ വർഷം നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വർഷമാണ്. ഫ്രാൻസിസ് അസീസി എല്ലാം ഉണ്ടായിരുന്ന, സമ്പത്തുണ്ടായിരുന്ന, സൗന്ദര്യമുണ്ടായിരുന്ന, കാമുകിയുണ്ടായിരുന്ന, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന, പണമുണ്ടായിരുന്ന, പ്രതാപമുണ്ടായിരുന്ന അസീസിയിലെ ഫ്രാൻസിസ് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഉടുത്തിരുന്ന ഉടുതുണി പോലും മാറ്റിയിട്ട് ഒരു ചാക്ക് വസ്ത്രമെടുത്ത് എന്റെ സ്വർഗസ്ഥനായ പിതാവ് മാത്രമാണ് എന്റെ അപ്പനെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചത് ഈ മുഖം അന്വേഷിച്ചുകൊണ്ടാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അന്വേഷിച്ചുകൊണ്ടാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ തിരുവചനം വായിക്കാം. യോഹന്നാൻ 6:27 വായിച്ചേ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ, അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം വലതുകരമുയർത്തി വീശിക്കൊണ്ട്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നീ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധത്തിന് വേണ്ടിയാണെങ്കിൽ കുഞ്ഞെ, നിനക്ക് സംതൃപ്തി ലഭിക്കും. നീ വിശക്കുന്നത്, ദാഹിക്കുന്നത് ഈ ലോകത്തിലുള്ള ചില അപ്പക്കഷണങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഈ ലോകത്തിലുള്ള ചില സുഖങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിനക്ക് സംതൃപ്തി ലഭിക്കുകയില്ല. നിനക്ക് എന്ത് കിട്ടിയാലും മതിയാവുകയില്ല. നിനക്ക് എത്ര കിട്ടിയാലും പോരാ എന്ന് തോന്നും. സംതൃപ്തി ഉണ്ടാവുകയില്ല. കാരണം നിന്റെ വിശപ്പ് ഈ ലോകത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എത്ര കിട്ടിയിട്ടും മതിയാവുന്നില്ല. നീതിക്ക് വേണ്ടി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി, ദൈവിക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടി ആളാണെങ്കിൽ നിനക്ക് സംതൃപ്തി ലഭിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ 3-ാമത്തെ കാര്യം പറയാൻ പോകാം. ദൈവഭയമുള്ള ഒരാള്, ഒന്നെന്താണ്? അയാൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരാളായിരിക്കും. 2 അയാൾ ദൈവവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുന്ന ഒരാളായിരിക്കും. 3 അവർ കർത്താവിൽ അഭിമാനം കൊള്ളുന്നവരാണ്. കർത്താവിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നമുക്ക് വായിക്കാം. 34-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. 34:2 വായിക്കാം. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. മതി. കർത്താവിൽ ഞാൻ, വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്റെ കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആരാണിത് പറയുന്നത്? ഒരു രാജാവാണിത് പറയുന്നത്. ദാവീദ് രാജാവിന് അഭിമാനം കൊള്ളാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധം നടത്തി യുദ്ധത്തിൽ ജയിച്ചതിനെ ഓർത്ത് നെഞ്ചു വിരിച്ച് നിൽക്കായിരുന്നു. ആ യുദ്ധം നടത്തിയത് ഞാനാണ്. എത്ര യുദ്ധങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദാവീദ് ജയിച്ചത്. ദാവീദിന് പറയാലോ,
ഞാൻ ജയിച്ച യുദ്ധങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ദാവീദ് പണിത കൊട്ടാരത്തെ ഓർത്ത് ദാവീദിന് അഭിമാനം കൊള്ളാമായിരുന്നല്ലോ. കൊട്ടാരത്ത് ദാവീദിനുണ്ടായിരുന്ന സൈന്യാധിപന്മാരെ ഓർത്ത്, സൈന്യത്തെ ഓർത്ത്, എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈന്യം ഉണ്ട് കേട്ടോ, അഭിമാനം കൊള്ളാമായിരുന്നു. എൻ്റെ നിലവറയിൽ അല്ലെങ്കിൽ അവിടെ ട്രഷറിയിൽ ഖജനാവിലുള്ള സ്വർണത്തെ ഓർത്ത് രാജാവിന് അഭിമാനം കൊള്ളാമായിരുന്നു. നമ്മൾ ചില നേരത്തൊക്കെ ഇല്ലേ, സ്വർണം ഉള്ളവര്, ഇല്ലാത്തവര് ക്ഷമിക്കും, നമുക്കുള്ള ആഭരണത്തേക്ക് ഓർത്ത് ചില നേരത്തെ ഇങ്ങനെ നോക്കിയിരിക്കാറില്ലേ? ഇല്ലേ? ആഭരണങ്ങൾ ഒന്നുമില്ലേ? എല്ലാം പോയോ? വിറ്റോ? പണയം വെച്ചോ? ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു ആക്രിക്കടക്കാരന്റെ സ്വർണം കിട്ടിയ കഥ. അപ്പോ കള്ളന്മാര് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പുസ്തകത്തിൽ എടുത്തു വെച്ചതാണെന്ന്. വായിച്ചല്ലേ എല്ലാവരും? സ്വർണത്തിന്റെ കഥ ആയതുകൊണ്ട് എല്ലാവരും വായിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവര്, നമുക്കുള്ള പലതിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും? അഭിമാനം കൊള്ളും. കിട്ടിയ മാർക്ക്, കിട്ടിയ ജോലി, മക്കൾ, ഭയങ്കര അഭിമാനമാണ്, അഭിമാനം കൊള്ളുകയാണ്. പക്ഷേ ദാവീദ് പറയുകയാണ്, എനിക്കതിലൊന്നുമല്ല അഭിമാനം. എന്റെ അഭിമാനം എന്റെ ജീവന്റെ ഉറവിടവും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും എന്നെ പരിപാലിക്കുന്നവനും എന്നെ രാജാവായ അഭിഷേകം ചെയ്തവനുമായ എന്റെ ശ്വാസം നിയന്ത്രിക്കുന്നവനായ എന്റെ കർത്താവിലാണ് എന്റെ അഭിമാനമെന്ന് എന്റെ ഒരു മുടിയിഴ കൊഴിയുന്നത് പോലും അറിയുന്നവനായ, അതിനെക്കുറിച്ച് പോലും താല്പര്യമുള്ളവനായ എന്റെ കർത്താവിലാണ് എന്റെ അഭിമാനം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. ജെറമിയ പറയുകയാണ്, ജെറമിയ 9:23-24 തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് പറയാണ്, ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ഞാനിതെന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. അല്ലേ? അറിവുള്ളവർക്ക്, നമുക്കൊക്കെ അറിയാവേ. ഞാനിതെന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. ഇപ്പൊ കുട്ടികളൊക്കെ ജിമ്മിൽ പോവുകയാണ്. ജിമ്മുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ധ്യാനകേന്ദ്രങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ ജിമ്മുകളുടെ എണ്ണം കൂടിക്കൂടി വരും. എല്ലായിടത്തും ജിമ്മെന്ന് എഴുതി വെച്ചാൽ കാണും. കുട്ടികളൊക്കെ അച്ഛൻ ഒരു ദിവസം ഒരു പയ്യൻ, അച്ഛൻ കാഷ്വലായിട്ട് കണ്ടാണ്, ഭക്ഷണം കഴിക്കാണ്. അപ്പൊ അച്ഛൻ പതുക്കെ ഒന്ന് പാത്രത്തിലേക്ക് നോക്കി, 8 മുട്ട. നമ്മൾ പറയില്ലേ, കണ്ണ് തള്ളിപ്പോയി എന്ന് പറയും. 8, നമ്മൾ ഒരു മുട്ട തന്നെ കഷ്ടപ്പെട്ടാ കഴിക്കുന്നത്. അപ്പൊ ഇവന് 8 മുട്ട നല്ല കുശാലായിട്ട് ഇങ്ങനെ കൈവച്ചിരുന്ന് കഴിക്കാണ്, ആരും പുറയിലുള്ളവർ കാണാതിരിക്കാൻ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ജിമ്മിൽ പോകുന്നുണ്ട് പോലും. ഓക്കെ, കൊള്ളാം. അപ്പൊ ബലവാൻ എല്ലാവർക്കും 6 പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് 6 പാക്ക് ഉണ്ടാക്കണം. അപ്പൊ ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. എന്നിട്ട് പറയാണ്, പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. കൈയടിച്ചു തന്നെ പറയാം, ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നീ അഭിമാനിക്കുക. നിന്റെ കർത്താവ്, നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണെന്ന്, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനാണെന്ന അറിവിൽ, അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നവനാണെന്ന ബോധ്യത്തിൽ നീ അഭിമാനിക്കുക. എന്റെ കർത്താവ് ജീവിക്കുന്നവനായ ദൈവമാണ്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ എനിക്ക് ഇത്ര സന്നിഹിതനായ എന്റെ അടുത്തുള്ളവനായ ദൈവമാണ് എന്റെ ഈശോ. അവിടുന്ന് ജീവിക്കുന്നവനാണെന്ന അറിവിൽ അഭിമാനിക്കുക. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഈ മകള് 5 വർഷം വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി. സ്കാൻ ചെയ്ത് നോക്കുമ്പോ പൊക്കിൾ കൊടി 2 കൊച്ചിന്. അത് കഴുത്തിൽ ചുറ്റിക്കിടക്കുന്നു. എന്ത് ചെയ്യും? മൊത്തം കോംപ്ലിക്കേഷന്. അവൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ,
നോർമൽ ഡെലിവറി നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കുഞ്ഞു പുറത്തു വരുമ്പോ സ്കാൻ റിപ്പോർട്ടിൽ കണ്ട ഒരു കുഴപ്പമില്ല. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ ഈശോയേ വിളിച്ചപേക്ഷിക്കുമ്പോ ജീവിക്കുന്നവനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന ബോധ്യം നിനക്ക് അഭിമാനം തരട്ടെ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ ഈശോയേ എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എന്റെ ഈശോ കഠിനയാതനകൾ അനുഭവിക്കുകയും കുരിശിൽ മരിക്കുകയും മരിച്ചടക്കം ചെയ്യപ്പെടുകയും മരണത്തിന്റെ തടവറയെ, മരണത്തിന്റെ കുഴിമാടത്തെ തകർത്ത് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് എന്ന ബോധ്യത്തിൽ അഭിമാനിക്കട്ടെ. ഈശോയേ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അഭിമാനിക്കാൻ കഴിയുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വരുന്നുണ്ടാകുന്ന ഒരു നാണക്കേടും ഒരു പ്രതിസന്ധിയായി മാറുകയില്ല. നിങ്ങൾക്ക് മീന ബർവ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ അറിയാവോ? കേട്ടിട്ടുണ്ടോ? മീന ബർവ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ 2008 ഓഗസ്റ്റ് മാസം 25 ഒഡീഷയിലെ കണ്ടമാൽ എന്ന് പറയുന്ന ജില്ലയിൽ നുവാഗ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ കട്ടക് ഭുവനേശ്വർ രൂപതയുടെ അതിരൂപതയുടെ നവജീവൻ എന്ന് പറയുന്ന പാസ്റ്ററൽ സെന്റർ 2008 ഓഗസ്റ്റ് മാസം 23 ഒരു സംഭവം ഉണ്ടായി. ഒഡീഷയിൽ ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരാളെ ആരൊക്കെയോ വധിച്ചു. അങ്ങനെ അവ വധിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് പള്ളികൾ ആക്രമിക്കപ്പെട്ട സംഭവം ഓർമ്മയില്ലേ? ഉണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് മാസം 25 50ഓളം പേർ ഈ പാസ്റ്ററൽ സെന്ററിലേക്ക് ഇടിച്ചു കയറി. അവിടെ 28 വയസ്സുള്ള മീന ബർവ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായിട്ടുള്ള സിസ്റ്ററിനെ ഈ 50ഓളം പേര് ക്രൂരമായി മർദ്ദിച്ചു, നഗ്നയാക്കി. ആ പാസ്റ്റർ സെന്ററിന്റെ വരാന്തയിൽ അവളെ അവർ കൂട്ടബലാത്സംഗം, ആളുകൾ നോക്കി നിൽക്കുമ്പോ, ജനക്കൂട്ടം നോക്കി നിൽക്കുമ്പോ, പോലീസുകാര് നോക്കി നിൽക്കുമ്പോ കൂട്ടബലാത്സംഗം ചെയ്യുകയാണ്, മാനഭംഗപ്പെടുത്തുകയാണ്. എന്നിട്ട് നഗ്നയാക്കിക്കൊണ്ട് ആ സിസ്റ്ററിനെ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികനെ കൂടെ നഗ്നനാക്കി അടിച്ച് ഇവർ പരേഡ് നടത്തുകയാണ്. തെരുവീതിയിലൂടെ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്ന അപമാനത്തിന്റെ പലക എന്ന് പറയുന്ന ഒരു തീരത്തൂടെയാണ്, ഒരു തെരുവിലൂടെയാണ് നടന്നു പോകുന്നത്. നടന്നു പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. കയ്യിൽ വടിവാളുള്ള ആളുകള്, കയ്യിൽ പെട്രോൾ ഉള്ള ആളുകള് വെട്ടടാ എന്ന് വിളിച്ചു പറയുന്നുണ്ട്, കത്തിക്കടാ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ദൈവകൃപയാൽ ആരുടെയൊക്കെ ഇടപെടലിൽ അവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെട്ടതിന് ശേഷം അന്ന് അവർക്ക് 28 വയസ്സ്, ഇന്നവർക്ക് 46 വയസ്സ്. അങ്ങനെ അപമാനത്തിന്റെ ഒരു സ്ത്രീക്ക് സംഭവിക്കാൻ പറ്റുന്ന അപമാനത്തിന്റെ അങ്ങേ അറ്റത്ത് ചെന്ന് നിന്ന ഈ സഹോദരി ഇനി എന്ത് ചെയ്യണം? പറയണം. അവർ ചെയ്ത തെറ്റെന്താണ്? ഇപ്രകാരം അപമാനിക്കപ്പെടാൻ മാത്രം അവർ ചെയ്ത തെറ്റെന്താണ്? തന്റെ ചെറുപ്രായത്തിൽ ഈശോയ്ക്ക് വേണ്ടി തന്റെ യുവത്വം, തന്റെ ജീവിതം, എല്ലാ അപ്പനെ ഉപേക്ഷിച്ച്, അമ്മയെ ഉപേക്ഷിച്ച്, നാട് ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, സ്വന്തം സ്വപ്നങ്ങളെ പോലും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഗാർഹിക സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പണം ചെയ്യണമെന്ന് കരുതി ഇറങ്ങി തിരിച്ചതാണ് അവൾ ചെയ്ത കുറ്റം. പ്രിയപ്പെട്ടവരെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൾ മീഡിയയുടെ മുൻപിൽ വന്നിട്ട് തനിക്കുണ്ടായ വേദനകൾ, പീഡനങ്ങളൊക്കെ പറഞ്ഞു. അവൾ എന്നിട്ട് എന്ത് തീരുമാനം എടുത്തെന്നറിയാവോ? അച്ഛൻ ചോദിക്കട്ടെ, അവൾ ഇനി ജീവിക്കണോ? അവൾ ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണോ വേണ്ടയോ? അവളൊരു തീരുമാനമെടുത്തു. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും, മരണം വരെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. എന്റെ അഭിമാനം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ അഭിമാനമല്ല, അതെന്റെ കർത്താവിലുള്ള അഭിമാനമാണെന്ന്. ഇന്ന് സിസ്റ്റർ ഒരു വക്കീലാണ്. അതിനുശേഷം അവര് LLB പഠിക്കാൻ പോയി. ഇന്ന് ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായി
ആ നാട്ടിൽ തന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ സിസ്റ്റർ കർത്താവാണ് എന്റെ അഭിമാനം എന്ന് പറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിൽ ദൈവഭയമുള്ളവർ. സ്വന്തം അഭിമാനം. എനിക്കൊരു ഉറപ്പും വരാൻ പാടില്ല, എന്നെ ഒരാളൊന്നും പറയാൻ പാടില്ല, എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. ഞാൻ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, ശുശ്രൂഷ ഞാൻ ചെയ്തു. ഒരാൾ ശുശ്രൂഷ വിട്ടുപോയി. എന്താണ്? ഏതോ ഒരു മീറ്റിംഗിൽ താൻ ചെയ്തത് ശരിയായില്ലെന്ന് ആരോ പറഞ്ഞു. അതോടുകൂടി ഇനി പള്ളിയും വേണ്ട, ശുശ്രൂഷയും വേണ്ട, മതി, നിർത്തി. മതിയായില്ലേ? കിട്ടേണ്ടത് കിട്ടിയല്ലോ. എന്ത് കിട്ടി? നീ അന്വേഷിച്ചത് ദൈവത്തിന്റെ മഹത്വമാണോ, നിന്റെ തന്നെ അഭിമാനമാണോ? വചനം പറയാണ്, അഭിമാനിക്കുന്നവർ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.